ഇസ്ലാഹി പ്രസ്ഥാനം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് പരമമായ വിജയം പരലോകത്ത് നേടിയെടുക്കാനും സുരക്ഷിതമായ ജീവിതം ഈ ദുനിയാവിൽ ലോകത്തിന് നൽകാനും വേണ്ടിയാണ്. ഇത് രണ്ടും സമ്മേളിക്കുമ്പോഴാണ് ഇസ്ലാമിക ജീവിതം എന്ന വല്ലാഹു യദുഉ ഇലാ ദാരിസ്സലാം, സമാധാനമുള്ള ജീവിതം ഈ ദുനിയാവിലും ആഖിറത്തിലും ആളുകൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതാനും ചില വാക്കുകളും വചനങ്ങളും നമ്മുടെ ജീവിതവുമായി, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി ആലോചിച്ചാൽ എത്രമാത്രം സുരക്ഷിതമുള്ള വിശ്വാസമാണ് എന്നും എത്രമാത്രം സംരക്ഷിതമായ ജീവിത രീതിയാണ് ഇസ്ലാമിൻ്റേതെന്നും ഏതൊരു സാധാരണക്കാരനും പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരും എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, താങ്കൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് തിരിച്ച് അഭിവാദ്യം ചെയ്യുന്നു. ഈ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നമസ്കാരം കഴിഞ്ഞ് ആദ്യമായി പറയുന്ന വാക്ക് അല്ലാഹു അക്ബർ എന്നാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. പിന്നീട് നമ്മൾ പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ, നിന്നിലാണ് രക്ഷ, നീയാണ് രക്ഷകൻ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കേന്ദ്രം അല്ലാഹുവേ നീയാകുന്നു, ഉന്നതനും അനുഗ്രഹീതനും നീയാകുന്നു. അവിടെയും നമ്മൾ അല്ലാഹുവിനോടാണ് രക്ഷയുടെ വാക്കുകൾ പറയുന്നത്. നീയാണ് രക്ഷകൻ, നിന്നിലാണ് രക്ഷ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അല്ലാഹുവിനോട് പറയുന്നു. ഒരു വിശ്വാസി ചുരുങ്ങിയത് 5 നേരം നമസ്കരിക്കുന്ന സമയത്ത് നമസ്കാരത്തിന് ശേഷം പറയുന്ന വാക്കുകളാണിത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ തന്നതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല, നീ തടഞ്ഞതിനെ തരാൻ ഒരാൾക്കും സാധ്യമല്ല. നിന്റെ ഖളാഇനെ, നിന്റെ വിധിയെ തടുക്കാനോ ചെറുക്കാനോ ഒരാൾക്കും സാധ്യമല്ല. വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. അധികാരമുള്ളവനായാലും സാമ്പത്തിക ശേഷിയുള്ളവനായാലും സ്വാധീനമുള്ളവനായാലും ഒരധികാരമോ ഒരു സ്വാധീനമോ നിന്നെ സ്വാധീനിക്കാൻ ഉതകുന്നതല്ല, അതിന് സാധ്യമാവുകയില്ല എന്ന് അള്ളാഹുവിനോട് നമ്മൾ നമസ്കാരത്തിന് ശേഷം പറയുന്നു. അള്ളാഹുവേ, നീ തന്നതിനെ തടയാൻ ആർക്കും സാധ്യമല്ല, നീ തടഞ്ഞതിനെ തരാൻ ആർക്കും സാധ്യമല്ല, നിന്റെ വിധിയെ ചെറുക്കാൻ സാധ്യമല്ല. അള്ളാഹുവേ, ഒരധികാരമുള്ളവനും നിന്റെ അടുത്ത് ഒരധികാരവും പ്രയോഗിക്കാൻ സ്വാധീനത്തിന് വഴങ്ങുന്നവനല്ല നീ എന്ന് നമ്മൾ പറയുന്നു. ഇത് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഏതൊരു നല്ല ആവശ്യത്തിന് വേണ്ടിയും ഒരു വിശ്വാസി വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് പറയുന്ന വാക്കെന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിലാണ് ഞാൻ ഈ വീട്ടിൽ നിന്നിറങ്ങുന്നത്, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നത് നിന്റെ നാമത്തിലാണ്. തവക്കൽതു അലല്ലാഹ്, ഞാൻ എല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഒരു കഴിവും ശക്തിയും ഇല്ല തന്നെ. ബാങ്ക് കേൾക്കുന്നു, ഹയ്യാലസ് സ്വലാ ഹയ്യാലൽ ഫലാ, 4 പ്രാവശ്യം ആ വാക്ക് നമ്മൾ കേൾക്കുന്നു. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന മറുപടി എന്താണ്? ജവാബ് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ കഴിവും ശക്തിയും ഇല്ല എന്ന്. അങ്ങനെ നമ്മൾ വാഹനത്തിലേക്ക് കയറുന്നു. വാഹനത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ പറയുന്ന വാക്കെന്താ?
ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. തുടങ്ങുകയാണ് ഞാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ 3 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു. എന്നിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖറിനീൻ, ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന, അല്ല ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കിത് സ്വയം കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്ന വാക്കെന്താണ്? നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായൊരു കാര്യമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യം എന്താണ്? ആ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫരി, അള്ളാഹുവേ ഈ യാത്രയിൽ എൻ്റെ സഹയാത്രികൻ, എൻ്റെ സ്വാഹിബ് നീയാണ് റബ്ബേ. അൻത സ്വാഹിബു ഫിസ് സഫരി വ അൻതൽ ഖലീഫത്തു ഫിൽ അഹ്ലി, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ എല്ലാറ്റിനെയും ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയാണ് റബ്ബേ. നീയാണ് എൻ്റെ പകരക്കാരൻ, എൻ്റെ വീട്ടിലെ പകരക്കാരൻ നീയാണ്, നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഇസാഇസ് സഫരി വകആബത്തിൽ മൻളരി വസൂഇൽ മുൻഖലബി ഫീ അഹ്ലി വമാലി. പടച്ചവനെ, യാത്രയിൽ അനിഷ്ടകരമായ കാര്യങ്ങൾ എനിക്ക് കാണാനിടവരരുത്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എനിക്ക് വരരുത്. ഞാൻ തിരിച്ചു വരുമ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ ധനത്തിനോ എൻ്റെ കുടുംബത്തിനോ ഒരു തകരാറോ ഒരു അപകടമോ ഏതെങ്കിലും തരത്തിൽ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഗതിയും ഉണ്ടാവാതെ അല്ലാഹുവേ നീ എൻ്റെ വീട്ടിൽ നീ എൻ്റെ പകരക്കാരനായി നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് നമ്മുടെ എല്ലാ ഏൽപ്പനകളും അല്ലാഹുവിനെയാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നത് അല്ലാഹുവിനെയാണ്. നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താ? ബിസ്മില്ലാഹി റബ്ബന ബിസ്മില്ലാഹി വലജ്ന റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ്, അവന്റെ പേരിലാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കിടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വഅഫിനാ ഖബ്ല ദാലിക. അല്ലാഹുവേ, നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ കൊല്ലരുത്, ഞങ്ങളെ നീ നശിപ്പിക്കുകയും ചെയ്യരുത്. അല്ലാഹുവിനോടാണ് നമ്മൾ പറയുന്നത്. കൊടുങ്കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിഹാ വഅഊദു ബിക മിൻ ശർരിഹാ. ഈ കാറ്റിലെ നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, ഇതിലെ തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ ഏൽപ്പിക്കാത്ത ഒരു ജീവിതം, അള്ളാഹുവിന് സമർപ്പിക്കാത്ത ഒരു ജീവിതം, വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കുന്ന ഒരു ജീവിതം, വേറെ ആരെയെങ്കിലും അഭൗതികമായ രൂപത്തിൽ ഭയപ്പെടുന്ന ഒരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം വിശ്വാസിക്കില്ല എന്ന് നമ്മളെ അടിത്തറയിട്ട് പഠിപ്പിക്കുന്ന ആദർശമാണ് ഇസ്ലാം. അതിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്. പടച്ചവൻ പറഞ്ഞ വാക്കെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ആമിനു, സത്യവിശ്വാസികളെ നിങ്ങൾ ആമിനു, നിങ്ങൾ വിശ്വാസികളാവുക, നിങ്ങൾ നിർഭയത്വമുള്ളവരാവുക, നിങ്ങൾ സുരക്ഷിതത്വമുള്ളവരാവുക. പടച്ചവനാണ് ഈ വാക്ക് പറയുന്നത്. ഇസ്ലാം എന്ന വാക്ക്, ഈമാൻ എന്ന വാക്ക് സിൽമിൽ നിന്നും അമ്നിൽ നിന്നും ഉണ്ടായതാണ്. സുരക്ഷിതത്വം എന്നതും നിർഭയത്വം എന്നതും ഒരുപോലെ ചേർന്നു പോകുന്ന കാര്യങ്ങളാണ്. അതിനെതിരെ ഒരടിസ്ഥാനത്തിലും ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സന്ധി ചെയ്യുന്ന ഒരു പോയിന്റ് പോലുമില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹു പറഞ്ഞതെന്താണ്? പടച്ചവൻ പറഞ്ഞതെന്താണ്? നമ്മൾ ആലോചിച്ചു നോക്കണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു പോരെ തൻ്റെ അടിമക്ക് എല്ലാറ്റിനും മതിയായവനായി എനിക്ക് ഗുണം തരാൻ, എൻ്റെ ദോഷം തടുക്കാൻ, എൻ്റെ രോഗം മാറ്റാൻ, എൻ്റെ ദുരിതങ്ങൾ അകറ്റാൻ അള്ളാഹു പോരെ തൻ്റെ അടിമകൾക്ക് എല്ലാറ്റിനും മതിയായവനായി എന്ന് ചോദിച്ചതിന് ശേഷം അള്ളാഹു പറയുന്ന വാക്ക് അള്ളാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ് അവര് നിന്നെ പേടിപ്പിക്കുന്നു. അല്ലാഹു അല്ലാത്തവരുടെ പേര് പറഞ്ഞ്
അവർ തന്നെ പേടിപ്പിക്കുന്നു. ആ പേടിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹു അല്ലാത്ത ദുശക്തികളാണ്. അല്ലാഹു അല്ലാത്തവരാണത് പറയുന്നത്. അല്ലാഹു അല്ലാത്തവരെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും അവരാണ്. എന്താണ് പേടിപ്പിക്കുന്നത്? നിനക്ക് വിപത്ത് വരും, നിനക്ക് ആപത്ത് വരും, ഇന്ന ഇന്ന കാരണങ്ങളാൽ നിനക്ക് ജീവിതത്തിൽ ദുരന്തങ്ങൾ വരാനുണ്ട്. ആരാണത് ചെയ്യുന്നത്? അല്ലാഹുവാണോ? അല്ല, അത് അവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വചനം കൃത്യമായി നമ്മുടെ മനസ്സിൽ അടിയുറച്ച്, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നിട്ടില്ലെങ്കിൽ ഏത് പിശാചിന്റെ മാർഗത്തിലേക്ക് നമ്മൾ വഴിവിട്ടു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലവിജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു. ശരിക്കും മനസ്സിലാക്കണം, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും, മുഴുവൻ ജിന്നുവർഗവും, നല്ല ജിന്നുകളും ചീത്ത ജിന്നുകളും അടക്കം എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൂടി അലാ അയ്യംഫഉക, നിന്നെ ഒന്ന് സഹായിച്ചു കളയാൻ. ആരെയാണ് റസൂലുള്ളാഹി പറഞ്ഞത്? ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും, ലോകത്തിലുള്ള മുഴുവൻ ജിന്നുവർഗങ്ങളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ചുകൂടി. ലാ യംഫഉക ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹു വിചാരിച്ചതല്ലാതെ ഒരു ഉപകാരം തരാൻ അവർക്ക് സാധ്യമല്ല. ലോകത്തിലുള്ള മുഴുവൻ ജിന്നുകളും ഇൻസുകളും ഒരുമിച്ചു കൂടിയാലും അല്ലാഹു തീരുമാനിക്കാത്ത ഒരു തീരുമാനം, അല്ലാഹു തരാൻ കഴിയാത്ത ഒരു ബർക്കത്ത്, അല്ലാഹുവിന് സാധിക്കാത്ത ഒരു ഉപകാരം ചെയ്തു തരാൻ അവർക്കാർക്കും സാധ്യമല്ല, തീരുന്നില്ല. ലവിജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ അയ്യളുറൂക, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും മുഴുവൻ ജിന്നുകളും നിന്നെ ഒന്ന് ഉപദ്രവിക്കാൻ തീരുമാനിച്ചോ, നിന്നെ അപകടപ്പെടുത്താൻ തീരുമാനിച്ചോ, നിനക്ക് ദുരന്തം വരുത്താൻ തീരുമാനിച്ചോ, നിന്റെ മക്കളെ കൊല്ലാൻ തീരുമാനിച്ചോ, നിനക്ക് കൊടിയ ശാപങ്ങളും പാപങ്ങളും വരാൻ തീരുമാനിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞ റസൂലുള്ള പറഞ്ഞത് ഇത് അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖുദ്സിയായ ഹദീസാണിത്. ലയളുറൂക ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹു വിചാരിച്ച ഒരു ദുരന്തമല്ലാതെ, അല്ലാഹു വിചാരിച്ച ഒരു അപകടമല്ലാതെ, അല്ലാഹു വിചാരിച്ച ഒരു ആപത്തല്ലാതെ, അല്ലാഹു വിചാരിച്ച ഒരു മുസീബത്തല്ലാതെ, അല്ലാഹു വിചാരിച്ച ഒരു വിപത്തല്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത്, ഒരു ജിന്നിനോ ഒരു ഇൻസിനോ എന്നല്ല, ലോകത്തിലുള്ള മുഴുവൻ ജിന്നുകൾക്കും ലോകത്തിലുള്ള മുഴുവൻ ഇൻസുകൾക്കും വിചാരിച്ചാൽ പോലും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ആ വാക്ക് അവസാനിപ്പിക്കുന്നത് റുഫിഅത്തിൽ ഖലമു വജഫത്തുസ് സുഹ്ഫു, പേന ഉയർത്തപ്പെട്ട് കഴിഞ്ഞോ, കടലാസ് വരണ്ട് ഉണങ്ങിക്കഴിഞ്ഞോ, തീരുമാനം അല്ലാഹുവിൻ്റെതാണ്. ആ തീരുമാനമാണ് നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത് ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ് എന്നത്. ഖൈർ അല്ലാഹു നൽകുന്നതാണ്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നൽകുന്നതാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഏതാണ് ആയത്ത്? അല്ലാഹു പറഞ്ഞ ആയത്ത് വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ നാം പരീക്ഷിക്കുമെന്നാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങൾക്ക് രോഗം വരാം, സാമ്പത്തികമായ വിപത്ത് വരാം, ശാരീരികമായ പ്രയാസങ്ങൾ വരാം, നിങ്ങൾക്ക് കടുത്ത ഭയപ്പാടുകൾ വരാം. ഭയം കൊണ്ട് നിങ്ങളെ നാമാണ് പരീക്ഷിക്കുക, പട്ടിണി കൊണ്ട് നാമാണ് നിങ്ങളെ പരീക്ഷിക്കുക, ദുരന്തം കൊണ്ട് നാമാണ് നിങ്ങളെ പരീക്ഷിക്കുക, രോഗങ്ങൾ കൊണ്ട് നാമാണ് നിങ്ങളെ പരീക്ഷിക്കുക. വേറെ ആർക്കും അത് ചെയ്യാൻ സാധ്യമല്ല. ആ സമയത്ത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ നാം നിങ്ങളെ പരീക്ഷിക്കും. ആ സമയത്ത് നിങ്ങളെ പറയേണ്ട വാക്കെന്താ? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ മുസീബത്ത് വരുമ്പോ, ദുരിതം വരുമ്പോ, പ്രയാസം വരുമ്പോ അത് എന്നെ ശൈത്താനാണ് ആ പ്രകാരം കാണിച്ചത്, അവൻ ഇതിനൊക്കെ അദൃശ്യമായ രൂപത്തിൽ ഒളിഞ്ഞിരുന്ന് നമ്മുടെ ജീവിതത്തിൽ അപകടം വരുത്താൻ അവന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ ആയത്ത് മനസ്സിലാക്കേണ്ടതാണ്. ജിന്നുകൾ നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാൾ ഈ ആയത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഈ വിപത്ത് വരുമ്പോ ഒരു വിശ്വാസി പറയുന്നത്, പടച്ചവനെ, പിശാച് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, എന്നെ ഭയപ്പെടുത്തുന്നു, അതുകൊണ്ട് ഞാനിതാ പിശാചിനോട് സഹായം ചോദിക്കുന്നു എന്നല്ല. ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അല്ലാഹുവിൽ നിന്ന് വന്നവരാണ്, അല്ലാഹു നൽകിയതാണ് ഈ ജീവിതം.
അള്ളാഹു നൽകിയതാണ് നമ്മുടെ സമ്പത്ത്, അള്ളാഹു നൽകിയതാണ് നമ്മുടേതെല്ലാം. വഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവരുമാണ്. ഈ ആയത്ത് നമ്മൾ ഓതുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മൾക്ക് വരുന്ന ദുരിതങ്ങളെല്ലാം അള്ളാഹു നൽകിയതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇദാ അറാദല്ലാഹു ബിഖൈരിൻ ഹൽ ഹുന്ന കാശിഫാത്ത് ഇദാ അറാദല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരിഹി. അല്ലാഹു തആല ഒരു അപകടം നിങ്ങൾക്ക് വിചാരിച്ചാൽ, പടച്ചവനൊരു അപകടം വിചാരിച്ചാൽ, ആ അപകടം അല്ലാഹു അല്ലാതെ മാറ്റുന്നവരുണ്ടോ എന്ന് ഖുർആനാണ് വെല്ലുവിളിക്കുന്നത്. പടച്ചവനൊരു അപകടം തീരുമാനിച്ചോ, ഒരു ദുരന്തം തീരുമാനിച്ചോ, അത് മാറ്റിവെക്കാനോ അത് തടുത്തു നിർത്താനോ അല്ലാഹു അല്ലാത്ത ആർക്കെങ്കിലും സാധിക്കുമോ എന്നത് അല്ലാഹുവാണ് വെല്ലുവിളിക്കുന്നത്. ഔ അറാദനി ബിറഹ്മ, അല്ലാഹുവിനോട് പടച്ചവനോട് യാചിക്കേണ്ട ഒരു അടിമ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് റസൂലുള്ളാഹി പറയാ, ഔ അറാദനി ബിറഹ്മ, എനിക്കൊരു അനുഗ്രഹം പടച്ചവൻ തീരുമാനിച്ചോ, നല്ല ഒരു ഖൈർ എനിക്ക് തീരുമാനിച്ചോ, ഹൽ ഹുന്ന, പടച്ചതമ്പുരാൻ ചോദിക്കുകയാണ്, ആ ഖൈർ മാറ്റിക്കളയാൻ, ആ ഖൈറിനെ തടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് അല്ലാഹു ഖുർആനിലൂടെ വിശ്വാസിയോട് ചോദിക്കുകയാണ്. പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾക്ക് നന്മ കൈക്കൊണ്ടുവരാൻ പടച്ചവന് മാത്രം സാധിക്കുന്നതാണ്. നമ്മൾക്ക് ദുരന്തം കൊണ്ടുവരാൻ പടച്ചവന് മാത്രം സാധിക്കുന്നതാണ്. അതാണ് ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ എണ്ണിപ്പറയുന്നത്. ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാകുന്നു എന്നത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ അദ്വാ വലാ തുയറത വലാ ഹമ്മ, ലാ അദ്വാ, പിശാച് രോഗം പരത്തുകയില്ല, ലാ അദ്വാ, പിശാച് രോഗം പരത്തുകയില്ല, വലാ തുയറത, അപശകുനമില്ല, ദുശകുനമില്ല, അപശകുനമില്ല, ദുശകുനമില്ല, എല്ലാം അല്ലാഹുവിൻ്റെതാണ്. പടച്ചവനാണ് രോഗം നൽകുന്നവൻ, ആ പടച്ചവനാണ് രോഗം ശിഫയാക്കുന്നവൻ. അത് നമ്മൾ പറയുന്നുണ്ടല്ലോ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅൻ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. പടച്ചവനെ, നീയാണ് ശിഫ നൽകുന്നവൻ, നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല. ആലോചിക്കണം, നീയല്ലാതെ ശിഫ നൽകുന്നവനില്ല. ഈ രോഗത്തിൽ നിന്ന് ഈ രോഗിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിപൂർണമായി മാറിപ്പോകുമാറ് പടച്ചവനെ നീ ഇയാൾക്ക് ശിഫ നൽകണമേ. പടച്ചവനാണ് ശിഫ നൽകുന്നവൻ. അള്ളാഹുവാണ് രോഗം കൊണ്ട് പരീക്ഷിച്ചത്. അള്ളാഹു പറഞ്ഞത്, അയ്യൂബ് നബി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്, വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. പടച്ചവനെ, എനിക്ക് ദുരിതം വന്നിരിക്കുന്നു, എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു, നീ അർഹമുർ റഹീമാണ് എന്നാണ്. ദുരിതം നൽകുന്നത് അള്ളാഹു പരീക്ഷിക്കുകയാണ്, പ്രയാസം നൽകുന്നത് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അത് അള്ളാഹു തആല പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങൾക്ക് അല്ലാഹു ജീവിതം നൽകിയത്, നിങ്ങൾക്ക് അല്ലാഹു മരണം നൽകിയത്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവൻ ആര് എന്ന പരീക്ഷണത്തിനാണ്. ഇതെല്ലാം പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വേറെ ഒരാളെ നമ്മൾ കൂട്ടിക്കലർത്തേണ്ടതില്ല. വേറെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതെന്താണ്? നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. സുബഹി നമസ്കാരത്തിന് ശേഷം, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ആയത്തുൽ കുർസി ഓതുന്നുണ്ട്. ആ ആയത്തുൽ കുർസിയിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു അത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം അള്ളാഹു പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും എന്നില്ല, രാവും പകലും എന്നില്ല, ഈ ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും, മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിനെ മറികടന്ന് ഒരു സംഗതി പോലും, ഒരു അണു പോലും, നമ്മുടെ കണ്ണിൽ കാണാത്ത ഏറ്റവും ചെറിയ സൂക്ഷ്മജീവി പോലും ഈ ലോകത്തിൽ അള്ളാഹു അറിയാതെ ചലിക്കുന്നില്ല. എല്ലാം കാണുന്നവനും എല്ലാ കേൾക്കുന്നവനും, ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ, തൂക്കിയുറക്കമില്ലാത്ത, മയക്കമില്ലാത്ത, ഉറങ്ങുന്നവനല്ലാത്ത, മറവി സംഭവിക്കാത്ത, എന്നുമുള്ള, ഒരിക്കലും ഇല്ലാതിരുന്ന, ഒരാളല്ലാത്ത ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. വമൻ യതവക്കൽ അലല്ലാഹ്,
ആര് അല്ലാഹുവിനെ തവക്കുലാക്കുന്നുവോ, ആര് അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നുവോ, ഫഹുവ ഹസ്ബുഹു, അല്ലാഹു മതിയവന്, അല്ലാഹു മതിയവന്. അതുകൊണ്ട് അല്ലാഹുവിനെ വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ. ഇതാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നത്. ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം പടച്ചവനോടാണ് പറയേണ്ടത്. ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയോ, നമ്മൾക്ക് ഒരാളോട് പറയാൻ സമയം വേണം, മൂഡ് നോക്കണം, അയാളുടെ സമയം നോക്കണം, അയാൾ ഉറങ്ങുന്നുണ്ടോ നോക്കണം, അയാൾ ദേഷ്യം പിടിച്ച സമയമാണോ എന്ന് നോക്കണം, അയാൾ നല്ല മൂഡിലാണോ എന്ന് നോക്കണം. ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത്. ഏത് നേതാക്കന്മാരോടും പറയുന്നത്, ഏത് ഭരണാധികാരികളോടും അയാളുടെ സമയം നോക്കി, അയാളുടെ മൂഡ് നോക്കി, അയാളുടെ നിലവിലുള്ള അവസ്ഥ നോക്കിയേ അവരോട് കാര്യങ്ങൾ പറയാവൂ എന്നാണ് നിയമം. പക്ഷേ പടച്ചവന്റെ അടുത്ത് സമയമില്ല, കാലമില്ല, നേരമില്ല, രാവില്ല, പകലില്ല. ഏത് സമയത്തും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, ഏത് സമയത്തും അല്ലാഹുവിനോട് ചോദിക്കാം, ഏത് സമയത്തും അല്ലാഹുവിനോട് യാചിക്കാം. അവന് സമയമില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഉദ്ഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. വമൻ യസ്തക്ബിറു അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ അവൻ നരകത്തിലേക്ക് നിന്ദ്യനായി കടന്നു പോകുമെന്ന് അല്ലാഹു പറയുന്നത് അതുകൊണ്ടാണ്. അതിനാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം പടച്ചവനെ ഏൽപ്പിക്കുക, അവനാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം കൊണ്ടുവരുന്നത്. രണ്ട്, എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെറുതും വലുതുമായ കാര്യങ്ങൾ പടച്ചവനോട് പറയുക. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ദുരിതങ്ങളെല്ലാം നമ്മൾ കാണുന്നവനോട് പറയും. നമ്മൾ ഒരാൾ അരമണിക്കൂർ കേൾക്കാൻ നിന്നാൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവരോട് പറഞ്ഞ് കരയും. നാട്ടുകാരോട് പറയും, കുടുംബക്കാരോട് പറയും, വീട്ടുകാരോട് പറയും, എല്ലാവരോടും മാനുഷികമായി ഇതൊക്കെ പറയാറുണ്ട്. അത് കുറ്റമായിട്ടല്ല. പക്ഷേ ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ ചെരുപ്പിന്റെ വാററ്റ് പോയാൽ അത് നിങ്ങൾ അല്ലാഹുവിനോട് പറയണം. പടച്ചവനോടാണ് കരയേണ്ടത്, അല്ലാഹുവിനോടാണ് കരയേണ്ടത്, അല്ലാഹുവിന്റെ മുമ്പിലാണ് കരഞ്ഞു പറയേണ്ടത്. എന്റെ രോഗം പറയണം, എന്റെ മക്കളുടെ കാര്യം പറയണം, എന്റെ കുടുംബത്തിന്റെ കാര്യം പറയണം, എന്റെ കച്ചവടത്തിന്റെ കാര്യം പറയണം, ഇടപാടുകളുടെ കാര്യം പറയണം. എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ടത് ആദ്യമായി പടച്ചവനോടാണ്. ആ പടച്ചവനാണ് ആളുകൾ മുഖേന അതിന് നിവാരണം വരുത്തി തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് പറയണം. ആളുകളോട് പറയുന്നതിന് കുറ്റകരമായ ഒരു കാര്യമായത് കൊണ്ടല്ല. പലപ്പോഴും നമ്മുടെ കണ്ണുനീര് ആളുകളുടെ മുമ്പിലാണ് പകർന്നു കൊടുക്കുന്നത്. പടച്ചവനോട് കരഞ്ഞ് നമ്മുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ പറയുന്നതിന് പകരം നാട്ടുകാരോടും കുടുംബക്കാരോടും ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും ഒക്കെ കരഞ്ഞു പറയുന്ന രോഗികളും പ്രയാസപ്പെടുന്ന ആളുകളെയും കാണാം. ആ ആളുകൾ അറിയേണ്ടത്, അല്ല നമ്മൾ അറിയേണ്ടത്, ആ കരച്ചിൽ പടച്ചവനോടൊന്ന് പറഞ്ഞു നോക്കൂ, അല്ലാഹുവിനോടൊന്ന് പറഞ്ഞു നോക്കൂ, അവൻ നമ്മൾക്ക് ഉത്തരം തരാതിരിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങളെ പരിഗണിക്കുകയില്ല. പടച്ചവൻ നമ്മളെ പരിഗണിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കൊണ്ടാണ്. അതിനാൽ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയാൻ ഒരു സംഘടന 1921 കേരളക്കരയിൽ സ്ഥാപിതമായിട്ട് ആലോചിക്കണം. ഞാൻ നീട്ടിപ്പറയുകയല്ല. അതിനുശേഷം ലക്ഷോപലക്ഷം വീടുകളിലേക്ക് ഈ ആദർശം കടന്നു ചെന്നു. ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ, ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ബദരീങ്ങളെ, മമ്പറത്തങ്ങളെ എന്ന് വിളിച്ചിരുന്ന ആളുകൾ, ശുഹദാക്കന്മാരെ, ശൈഖന്മാരെ എന്ന് വിളിച്ചിരുന്ന ആളുകൾ, ബീവിമാരെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ ഈ ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക്, ശുദ്ധമായ തൗഹീദിലേക്ക് കടന്നു വന്നു. ആ തൗഹീദിന്റെ വെളിച്ചം ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് കടന്നു ചെന്നു. ആ വീടുകളിൽ നിന്ന് ശുദ്ധ മുവഹിദുകളായ പടച്ചവനെ മാത്രം ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായി. ലക്ഷക്കണക്കിന് വീടുകളുണ്ടായി. ആ ലക്ഷക്കണക്കിന് വീടുകളിൽ നിന്ന് ഇപ്പോൾ ചില അപസ്വരങ്ങൾ കേൾക്കുന്നുണ്ട്. ചില വീടുകളിൽ നിന്ന് അപസ്വരങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾ കേൾക്കുന്ന ഏതോ ഒരു ജിന്നുണ്ടെന്ന് വിചാരിച്ച് ഒന്ന് തേടിയാൽ
അത് ശിർക്കല്ല എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസം തിരുത്തേണ്ടതാണ് എന്ന് മാത്രമല്ല, അത് ഖുർആനിന്റെയും വിശുദ്ധ ഖുർആനിന്റെ നൂറുകണക്കിന് ആയത്തുകൾക്ക് ഘടകവിരുദ്ധമായ കാര്യമാണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ടാണ് നാളിന്ന് വരെ പ്രയാസപ്പെടുന്ന ഒരാൾ മരുഭൂമിയിലായാലും വിജനമായ പ്രദേശത്തായാലും സജനമായ പ്രദേശത്തായാലും എവിടെയായാലും ബുദ്ധിമുട്ടുന്ന ആള് അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, റഹ്മാനെ എന്നല്ലാതെ അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കാതെ പോയതും പ്രാർത്ഥിക്കുന്നത് നമ്മൾ പഠിക്കാതെ പോയതും നമ്മുടെ മദ്രസകളിൽ അത് പഠിപ്പിക്കാതെ പോയതും അതുകൊണ്ടാണ്. അതിനാലാണ് അല്ലാഹു പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ്, ആരാധനാലയങ്ങളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പടച്ചവന്റെ കൂടെ നിങ്ങൾ ഒരാളോടും ദുആ ചെയ്യാൻ പാടില്ല, ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ലക്ഷക്കണക്കിന് വീടുകളിൽ ഇസ്ലാമിന്റെ വെളിച്ചം നിറഞ്ഞു. സ്വന്തം അവരവരുണ്ടാക്കിയ കബറിടങ്ങളിൽ നിന്ന്, ജാറങ്ങളിൽ നിന്ന് അവര് പുറംതിരിഞ്ഞു നടന്നു. കോടിക്കണക്കിന് രൂപ അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച നേർന്നിരുന്ന ആടുകളെ, മാടുകളെ, കന്നുകാലികളെ, നമ്മൾ വളർത്തുന്ന പക്ഷികളെ, മൃഗാദികളെ അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച നേർന്നിരുന്ന കുടുംബങ്ങളിൽ നിന്ന് അവർ തിരിച്ചു നടന്നു. പടച്ചവന്റെ പള്ളിയിലേക്ക് നടന്നു, അല്ലാഹുവിന്റെ വീട്ടിലേക്ക് നടന്നു, പടച്ചവന്റെ മുമ്പിലേക്ക് നടന്നു. ആ ആളുകളെ ഇനി ഒരു കുറ്റിച്ചൂളാന്റെ വെളിച്ചം കാണിച്ച് തിരിച്ചുവിടാൻ പാടില്ല, ഒരു ജിന്നിന്റെ പേര് പറഞ്ഞ് തിരിച്ചുവിടാൻ പാടില്ല, ഒരു ശൈത്താന്റെ പേര് പറഞ്ഞ് അവരെ തിരിച്ചുവിടാൻ പാടില്ല. കൊടിയ പാപമായിട്ട് വരുമത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ആളുകളിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് കദബീബിൻ നംലി, ഈ ചെറിയ ചെറിയ ഉറുമ്പുകൾ ഉണ്ടല്ലോ, കറുത്ത പാറയുടെ മേലെ കറുത്ത ഉറുമ്പുകൾ സഞ്ചരിക്കുന്നത് പോലെ നിശബ്ദമായി ആരും അറിയാതെ നമ്മുടെ വിശ്വാസത്തിലേക്ക് പിശാചിന്റെ സ്വാധീനം, നമ്മുടെ വിശ്വാസത്തിലേക്ക് പിശാചിന്റെ ശിർക്കപരമായ സ്വാധീനം കടന്നു വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹ് ഈ സമുദായത്തോട് പറഞ്ഞതാണ്, ഈ സമൂഹത്തോട് പറഞ്ഞതാണ്. കാരണം ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹ് പറഞ്ഞു, പിശാച് നിങ്ങളെ വഴിപഴപ്പിക്കാനിരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിലാണ്. അതിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളഞ്ഞാൽ സ്വീകാര്യമല്ലാത്ത നമസ്കാരങ്ങളാണ് നിങ്ങളുടേത്, സ്വീകാര്യമല്ലാത്ത പുണ്യകർമ്മങ്ങളാണ് നിങ്ങളുടേത്, അല്ലാഹു സ്വീകരിക്കാത്ത സൽക്കർമ്മങ്ങളാണ് നിങ്ങളുടേത്. അതിനാൽ അല്ലാഹുവല്ലാത്ത ആരോടും പ്രാർത്ഥിക്കരുത്, അല്ലാഹുവല്ലാത്ത ആരുടെ മുമ്പിലും നമ്മുടെ തല കുനിക്കരുത്, ആരുടെ മുമ്പിലും പരമേൽപ്പിക്കരുത്, ആരെയും തവക്കുലാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൂന്ന് വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പോകും. 3 വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പോകും. ആ 3 വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നത് കഠിനമായ വിചാരണ കൂടാതെയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു ആരാണവര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അവര് ലാ യതതയ്യറൂന, അവര് ശകുനം നോക്കുന്നവരല്ല, ലാ യതതയ്യറൂന വലാ യർഖൂന, അവര് ദുർമന്ത്രണങ്ങൾ നടത്തുന്നവരല്ല, വലാ യതതയ്യറൂന, അവര് ലക്ഷണം നോക്കുന്നവരല്ല, അവര് ശബനം നോക്കുന്നവരല്ല, അവര് ദുർമന്ത്രണം നടത്തുന്നവരല്ല. അല്ലാഹുവിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന ആളുകളാണ്. വിചാരണ കൂടാതെ, കഠിനമായ വിചാരണയ്ക്ക് വിധേയമാകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന്. അതിനുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് ഇങ്ങനെ ഉണർത്തിയത്, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഔ സാഹിറൻ ഫസഅലഹു ഫസദ്ദഖഹു ലം യഖബൽ മിൻഹു സ്വലാത്ത 40 യൗമാ ഫഖദ് കദബ അലാ ഉൻസില മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൂടോത്രക്കാരനെ ഒരാൾ സമീപിച്ചാൽ, ഒരു മാരണക്കാരനെ ഒരാൾ സമീപിച്ചാൽ, നാളത്തെ കാര്യങ്ങളെല്ലാം ഗൈബിയായ കാര്യങ്ങളെല്ലാം അറിയും എന്ന് പറയുന്ന ഒരു കണിയാന് ഒരാൾ സമീപിച്ചാൽ, അയാളോട് കാര്യങ്ങൾ പറയുകയും അയാൾ പറയുന്നത് വിശ്വസിക്കുകയും അങ്ങനെ അയാളെ സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കദബ അലാ ഉൻസില മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായ ഖുർആനിൽ അയാൾ അവിശ്വസിച്ചു എന്നാണ്. ആ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലുണ്ട്. ജൂതന്മാരും നസ്രാക്കളുമാണ് ആ വിശ്വാസം കൊണ്ട് നടന്നിരുന്ന ആളുകൾ. അവര് കണിയാന്മാരെ സന്ദർശിച്ചു, അവര് കൂടോത്രക്കാരെ സന്ദർശിച്ചു,
അവർക്ക് കാര്യങ്ങളെല്ലാം മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുമെന്നവർ വിശ്വസിച്ചു. അങ്ങനെ അവരുടെ അടുത്ത് പോകുന്ന പതിവുള്ള ആ ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അത് മുഅ്മിനുകൾ ചെയ്യുമ്പോ അവര് ഖുർആനിനെയാണ് അവിശ്വസിക്കുന്നത്. അല്ലദീന യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, ജൂതന്മാരും നസ്രാക്കളും ഇത്തരം കൂടോത്രങ്ങളിൽ, ഇത്തരം കണിയാന്മാരിൽ, ഇത്തരം ജിബ്തുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഈ ഖുർആനിനെയാണ് വിശ്വാസികൾ അവിശ്വസിക്കുന്നത്, അവരുടെ നമസ്കാരം അസ്വീകാര്യമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനാൽ നമ്മൾ ആദ്യം പറഞ്ഞിടത്തേക്ക് വരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട്, നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയണം, അവനെ ഭരമേൽപ്പിക്കണം. എല്ലാം തീർത്തു തരാനും എല്ലാം പരിഹരിക്കാനും എല്ലാം പറയാനും ഒരേ ഒരാൾ, അതാണ് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് പറയുക. തുഫ്ലിഹു, നിങ്ങൾ വിജയം വരിക്കും, നിങ്ങൾ വിജയം വരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇത് ഈമാനാണ്, വിശ്വാസമാണ്. അതിൽ തകരാറ് വരരുത്, അതിൽ പോരായ്മ വരരുത്. അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ശിർക്ക് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ളത്. ആ നിർഭയത്വമുള്ള ഇസ്ലാം, സുരക്ഷിതമായ ഇസ്ലാം, ശാന്തമായ ഇസ്ലാം, ഈമാൻ, അതാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ പകർന്നു നൽകേണ്ടത്. റഹ്മാനായ റബ്ബ് കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അവന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കുന്ന, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ ഏൽപ്പിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.